വളരെ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ സാഹചര്യത്തെ കാണാൻ കഴിയൂ. പക്ഷേ എന്താണ് പ്രതിരോധം എന്നത് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളും ഉത്തരമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ്. വേണ്ടി മാത്രമാണ് ABC സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ ക്യാമ്പയിൻ, കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കാലത്ത് എനിക്കൊന്ന് 1 വർഷം മുൻപാണ് നമ്മൾ നിരന്തരമായി എല്ലാ ജില്ലകളിലും പോയി ക്യാമ്പയിൻ ചെയ്തതാണ്. എന്നിട്ടും ഒരു തരത്തിലും, കാരണം ഇത് കൂടുതൽ നായ്ക്കളൊക്കെ തന്നെ ചേക്കേറുന്ന ഭാഗങ്ങളിൽ അവിടെ പോലും ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല. കൂടുതലായും കുഞ്ഞുങ്ങളെ തള്ളിയിട്ട് ആക്രമിച്ചു. എത്രത്തോളം രൂക്ഷമായി കടിയേക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ആലപ്പുഴ ചെറുതനയിലറിയാം, അവിടെയും തെരുവുനായ ആക്രമണം ഉണ്ടായി. 6 പേർക്ക് കടിയേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തിന് ശേഷം നായ ചത്തു. കടിയേറ്റവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത്. അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്നും കണ്ണനാർ കൊല്ലത്ത് നിന്നുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അരുണിലേക്ക്. അരുൺ, എത്രയോ ദിവസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന വണ്ണമാണ് ഈ തെരുവുനായ ആക്രമണം ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായ അനുഭവങ്ങൾ ഈ അടുത്ത കാലത്തും ഉണ്ടായി. ആ മേഖലയിൽ പ്രത്യേകിച്ചും മധ്യകേരളം കേന്ദ്രീകരിച്ച് എവിടെയെങ്കിലും ഈ ABCD ഒക്കെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ? ഒപ്പം ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ്? തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്കാവുന്നവണ്ണം മറ്റ് സഹായങ്ങളില്ലെങ്കിലും അവർക്ക് പറ്റുന്ന നിലയിൽ എങ്ങനെ ചെയ്യുന്നു? ഈ തെരുവുനായ ആക്രമണം തുടർക്കഥയാവുകയാണ്. ഇന്നലെ രാത്രിയാണ് ചെറുതനയിൽ ഒരു 12 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചത്. ചെറുതന പുത്തൻതുരുത്തിലാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. അവിടുത്തെ 12 വയസ്സുകാരിയായ അൻസിറയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത്. അൻസിറ വളർത്തുനായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ രാത്രി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ നായയുടെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 5ഓളം പേരെ ആക്രമിക്കുകയും ചെയ്തു. ഇവരൊക്കെ തന്നെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർക്കഥയാവുകയാണ്. ഇവരെയൊക്കെ ആക്രമിച്ച തെരുവുനായെ പിന്നെ ചത്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. പേവിഷബാധയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു അറുതി എപ്പോൾ ഉണ്ടാകും എന്നുള്ളത് നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുട്ടികൾക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ട സംഭവമുണ്ടായി. ഈ കുത്തിവയ്പ് എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ തെരുവുനായകളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ തെരുവുനായകൾക്ക് കൃത്യമായി കുത്തിവയ്പ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ABC കേന്ദ്രങ്ങളുടെ അപര്യാപ്തത ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഈ ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കാത്തതിൻ്റെ പ്രധാന കാരണമായിട്ട് പലരും പറയുന്നത്, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലുള്ള ചില ആശയക്കുഴപ്പങ്ങളാണെന്നുള്ളതാണ്. പക്ഷേ ആ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് മനുഷ്യജീവന് ഭീഷണിയാണ്. ആശയക്കുഴപ്പം പരിഹരിക്കാനാണ് ഭരണാധികാരികൾ മുൻകൈ എടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം. അരുൺ ശങ്കർ സൂചിപ്പിച്ചതിലൂടെ തന്നെ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് കടിയേൽക്കുന്നു, പേവിഷബാധയേൽക്കുന്നു, വാക്സിൻ ഫലപ്രദമാകുന്നില്ല എന്നൊക്കെ അടക്കമുള്ള പരാതികൾ വരികയാണ്. കൊല്ലത്ത് കൂടി നമുക്ക് പോകാൻ കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, കൊല്ലത്തേക്കൊക്കെ പ്രദേശങ്ങളിൽ ഈ തെരുവുനായ ഭീതി നിലനിൽക്കുന്നുണ്ട്. കടിയേറ്റ സംഭവങ്ങൾ അടുത്തിടെ ഒരുപാടിടത്ത് കണ്ണൻ തന്നെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നുണ്ട്? ഫലപ്രദമാണോ മുൻകരുതലുകൾ? ഒരു ഫലപ്രദവുമായിട്ടുള്ള മുൻകരുതൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ അരുണ് സൂചിപ്പിച്ചതിന് കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, സാധാരണ ഒരു ABC കേന്ദ്രം തുടങ്ങാൻ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാദേശികമായി ഉണ്ടാകുന്ന ഒരു എതിർപ്പ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രാദേശികമായി പറയുമ്പോൾ അവിടുത്തെ തെരുവുനായ മാത്രം അതിനെ വന്ധീകരിച്ചാൽ മതി. മറ്റുള്ള നായ്ക്കളിലേക്ക് വന്ധീകരണം പോകേണ്ട, മറ്റു പ്രദേശങ്ങളിലെ നായ്ക്കളിലേക്ക് കൊണ്ടുവന്ന് വന്ധീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൗസിന് സമീപത്തു നിന്നുള്ള ആ മൈതാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. തൊട്ട് പുറകിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സംശയമുള്ളത്. അതിൻ്റെ സമീപത്ത് എണ്ണിയാലൊടുങ്ങാന്നത്ര രീതിയിലുള്ള തെരുവുനായ്ക്കളുണ്ട്. ഇതിന് സമാനമാണ് ഇത് നഗരമേഖലയിലാണ്. ഗ്രാമമേഖലയിലേക്ക് എന്ന് കഴിഞ്ഞാൽ തെരുവുനായയുടെ കടിയേൽക്കാതെ ഇരിക്കാൻ വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. കഴിഞ്ഞ ദിവസം 5-ൽ 11 പേർക്ക് കടിയേറ്റു. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ, 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയ സമയത്താണ് കൊട്ടാരക്കരയിൽ വീണ് ആ കുഞ്ഞിനെ ഇടതുകാല് പരിക്കേറ്റത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കൊല്ലം ജില്ലയിൽ നിലനിൽക്കുന്നത്. ഈ തെരുവുനായ വന്ധീകരണ പദ്ധതിയിലേക്ക് പൂർണ്ണമായും എത്താൻ സാധിക്കാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം. സാധാരണ തെരുവുനായെ കൊല്ലരുത് എന്നുള്ളൊരു നിയമമുണ്ട്. അതിന് പ്രധാനമായും സർക്കാർ പറയുന്നത് ഒരു 50 ജോഡി തെരുവുനായ്ക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, 49 ജോഡി തെരുവുനായ്ക്കളെ കൊന്നു കഴിഞ്ഞ് ബാക്കി ഒരു ജോഡി തെരുവുനായ ഉണ്ടെങ്കിൽ അത് 3 വർഷമാകുമ്പോഴേക്കും 33,000 തെരുവുനായ്ക്കളായി മാറും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തെരുവുനായ്ക്കളെ കൊല്ലരുത് എന്ന് പറയുന്നത്. പകരം അവരെ വന്ധീകരിച്ച് വിടുക എന്നുള്ളതാണ്. നടപടികൾ വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നതാണ് പ്രശ്നം. കാരണം നമുക്ക് കണ്ണൻ തന്നെ സൂചിപ്പിച്ച ആ കുഞ്ഞിന് പരിക്കേറ്റ സംഭവത്തിലെ അമ്മയുടെ പ്രതികരണം, അമൃത എന്നാണ് അവരുടെ പേര്, അവരുടെ പ്രതികരണം ഇന്നലെ അവർ നമ്മളോട് സംസാരിച്ചു. വീട്ടിനകത്തുനിന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട്. മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണ്. അപ്പം 2 പട്ടികൾ കുറച്ചുകൊണ്ട് വരുന്നു. പട്ടികളും 4 കുഞ്ഞു പട്ടികളും വരുന്നു. അപ്പം പോവട്ടി എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്താൽ പോകുന്നില്ല.
പട്ടികൾ എന്നെ കടിക്കാനായിട്ട് വരുമോ അതെന്ന് എനിക്ക് മനസ്സിലായി. കല്ലെടുത്ത് എറിഞ്ഞിട്ടും അത് പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് കടിക്കും എന്നുള്ളത് ഉറപ്പായതിനു ശേഷം ഞാൻ ഓടിയതാ കുഞ്ഞിനെയും കൊണ്ട്. ഓടി എനിക്ക് പിന്നെ കല്ലിലാണോ എന്ന് തോന്നുന്നത് എവിടെയോ തട്ടി ഞാനങ്ങ് വീണ് കുഞ്ഞിൻ്റെ കാലിൽ പൊട്ടലുണ്ട്. എൻ്റെ കൈ ഒരേയും ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കും. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നതൊക്കെ സമയമാകുമ്പം നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിടാൻ എന്തായാലും പോകണം. അപ്പോൾ ഈ പട്ടികളുടെ ശല്യം ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കും. ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. തീർച്ചയായും ആ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണൻ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളമാണ് ഏറ്റവും വലിയ ആശങ്ക. മുതിർന്നവരാണെങ്കിൽ പ്രതിരോധിച്ച് അവർക്ക് മറ്റ് സർവ്വശക്തിയൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സമയം കിട്ടും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവരെക്കാൾ, കാരണം കുഞ്ഞുങ്ങളെക്കാൾ വലിയ വലിപ്പമുള്ള നായ്ക്കളാണ് അവരെ ആക്രമിക്കുന്നത്. അപ്പോൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവുനായയുടെ എണ്ണം വർദ്ധിക്കുന്നു. നടപടികളൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്? ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് വിവിധ വകുപ്പുകൾ ചേർന്നാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ABC പദ്ധതിയൊക്കെ നടപ്പാക്കുകയും അന്ധീകരണ പദ്ധതി നടപ്പാക്കുകയൊക്കെ തന്നെ ചെയ്തത്. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ പാളുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ അമൃത മുരളിയുടെ വാക്കുകൾ നിന്ന് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പൃഥ്വി എന്ന് പറയുന്ന കുഞ്ഞിനാണ് 7 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കാലൊടിഞ്ഞത്. അതിനു മുമ്പ് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് അതിൻ്റെ മൂത്തൊരു കുട്ടിയുണ്ട്, 5 വയസ്സ്, ഋതു എന്നാണ് അതിൻ്റെ പേര്. ആ കുട്ടിക്കും കടിയേൽക്കുന്ന ഒരവസ്ഥ, കരിയേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് നേരെ ഓടി വീട്ടിൽ കയറിയതിനാലാണ് തിരുവനായയുടെ കടിയേൽക്കാതെ പോയത്. കൊട്ടാരക്കര കോട്ടത്തല പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു തിരുവനായയുടെ ശല്യമുള്ളത്. ഈ പ്രദേശത്തൊക്കെ തന്നെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പൊല്ലൂരിൽ മരിച്ചതാണ്. ആ സംഭവം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചതുമാണ്. പക്ഷേ തുടക്കത്തിൽ ഞങ്ങൾ ഇപ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പറയും. പിന്നീട് യാതൊരു നടപടിയും ഉണ്ടാകില്ല. അതിന് പല വകുപ്പുകളെ പഴിയാനും ചിലപ്പോൾ കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ് പ്രശ്നങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ചില സ്ഥലം കിട്ടാത്ത പ്രശ്നമാണ്, അതിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്ഥലം നൽകാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെന്നൊക്കെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നു. ആ പരസ്പര യോജിപ്പില്ലായ്മ മൂലമാണ്. കണ്ണനും അരുൺ ശങ്കറുമാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.